ഷിനാസ്, നോക്കൂ, ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ നേരിട്ടും അല്ലാതെയുമുള്ള നിരവധി കരാറുകൾ നമുക്ക് കാണാം. അബ്രഹാം അക്കോഡൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് ഖത്തറിൽ വലിയ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ക്യാമ്പ് ഡേവിഡ് ആവട്ടെ, ഓസ്ലോ ആകട്ടെ, അങ്ങനെ ഒരു നിരവധിയായിട്ടുള്ള കരാറുകളുണ്ട്. പക്ഷേ ആ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവന് വിലയില്ലാത്ത അവസ്ഥ, ഏതു നേരവും ആക്രമിക്കപ്പെടുന്ന അവസ്ഥ, ശാന്തി എന്ത് എന്നത് അറിയാത്ത അവസ്ഥ, അതിന് മാത്രം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിന്റെ സൂചനകൾ നൽകുന്നതാണോ? ഇതിനു മുൻപുണ്ടായിട്ടുള്ള കരാറുകളും എഗ്രിമെന്റുകളേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും അതിൽ അവകാശപ്പെടാനുണ്ടോ? ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് അവ്യക്തതകളുണ്ട്. ഇപ്പം കരാറിന്റെ 1-ാം ഘട്ടമാണ് നടക്കുന്നത്. ഒന്ന് ബന്ദി കൈമാറ്റം. ബന്ദികളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 50 പേരിൽ 20 പേര് ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളാണ് കൈമാറാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഏതാണ്ട് 2000 പേര്, അതിൽ 250 പേർ ജീവപര്യന്തം തടവിന് ഇസ്രായേൽ തടവിലാക്കിയിരിക്കുകയാണ്. 1700 പേരെ ഈ ഒക്ടോബർ 7 ശേഷം 2023 അറസ്റ്റ് ചെയ്ത് ഇസ്രായേലി ജയിലിൽ ഇട്ടവരാണ്. അവരെ മോചിപ്പിക്കും. ഇതാണ് ഇപ്പോൾ ഉള്ളത് ഈ ആദ്യഘട്ടം. അതെങ്ങനെ ഈ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നടക്കുമെന്ന് നമുക്ക് നോക്കി ഇരുന്ന് കാണണം. 2023 ഒക്ടോബർ 7 ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 2 കാര്യങ്ങൾ. ഒന്ന്, ബന്ദികളെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്ന്. 2, ഹമാസിന്റെ സമ്പൂർണമായ നിരായുധീകരണം, ഹമാസിനെ സമ്പൂർണമായി തകർക്കുക, ഇല്ലാതാക്കുക. ഈ 2 ലക്ഷ്യങ്ങളും ഇതുവരെ നേടിയിട്ടില്ല. അപ്പൊ ഈ ആദ്യഘട്ട സമാധാനം, ഈ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ മോചനം നടക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലി തടങ്കലിലുള്ള പലസ്തീൻകാർ ഏതാണ്ട് 2000-ഓളം മോചിപ്പിക്കപ്പെടുമെന്നുമാണ് പറയുന്നത്. അത് 72 മണിക്കൂറിനുള്ളിൽ നടക്കും. പക്ഷെ ഹമാസ്, നമ്മൾ മനസ്സിലാക്കേണ്ട, ഹമാസ് ഒരു ഇസ്ലാമിസ്റ്റ് സായുധ സംഘടനയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അൽ-ഖയ്ദയെ പോലെയോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയോ ഒരു ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അല്ല ഹമാസിൻ്റെത്. ഹമാസിന്റെ റൂട്ട് കിടക്കുന്നത്, ഹമാസിന്റെ വേരുകൾ കിടക്കുന്നത് പലസ്തീനിയൻ ദേശീയതയിൽ തന്നെയാണ്, പലസ്തീനിയൻ നാഷണലിസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇസ്രായേൽ തന്നെ പറയുന്നത് ഹമാസിന്റെ ആയിരക്കണക്കിന് ആളുകളെ, ഫൈറ്റേഴ്സിനെ വധിച്ചു, ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റു കാര്യങ്ങളൊക്കെ ഏതാണ്ട് സമ്പൂർണമായി തകർത്തു എങ്കിൽ പോലും ഹമാസ് അവിടെ 3000-4000 പേര് സിവിലിയന്മാർക്കിടയിൽ ഹമാസ് ഇപ്പോഴും സജീവമാണ്. ഹമാസിന് ഇപ്പോഴും ആയുധങ്ങളുണ്ട് എന്ന നില വരുമ്പോൾ കഴിഞ്ഞ 2 കൊല്ലവും 2 ദിവസവുമായിട്ടും ഈ 41 കിലോമീറ്റർ നീളവും ഏതാണ്ട് 6-7 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ആ ചെറു മുനമ്പിലെ ഈ സംഘടനയെ, ഇസ്രായേലിന്റെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യമായ ഹമാസിനെ പൂർണ്ണമായി നാമാവശേഷമാക്കുക എന്ന കാര്യം നടപ്പിലായിട്ടില്ല. ബന്ദി വിമോചനം സാധ്യമായിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ ആകെ സംഭവിക്കാൻ പോകുന്നത് ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കും, ഇസ്രായേലിലെ പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടുകൊടുക്കും. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ നിലവിൽ വരും. ഇസ്രായേൽ സൈന്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അതിർത്തി രേഖയിലേക്ക് മാത്രമേ പിന്മാറൂ. റഫേൽ നിന്നും യൂനിസ് ഖാനിൽ നിന്നും ഒന്നും ഇസ്രായേൽ സൈന്യം പിന്മാറാൻ പോകുന്നില്ല ഈ പദ്ധതി അനുസരിച്ച്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ 2-ാം ഘട്ടമാണ്. 2-ാം ഘട്ടത്തിൽ ഹമാസ് സമ്പൂർണമായി നിരായുധീകരിക്കപ്പെടണം. അത് ഹമാസ് സമ്മതിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമാണ്. കാരണം ഹമാസ് രാഷ്ട്രീയമായും സൈനികമായും ഹമാസ് വേണ്ട എന്നാണല്ലോ പറയുന്നത്. അപ്പോ അതിനു പുറമെയാണ് ഗാസയുടെ ഭരണ നിർവഹണം ഒരു ബോർഡ് ഓഫ് പീസ്
എന്ന് പറയുന്ന പോസ്റ്റ് ഗാസ ഗവേണൻസ് അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ട്രംപാണ്. അതിൽ ടോണി ബ്ലെയറിനെ പോലുള്ള മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അപ്പോൾ ഗാസയുടെ നിയന്ത്രണം പലസ്തീൻ അതോറിറ്റിക്ക് നൽകുന്നില്ല. പലസ്തീൻ അതോറിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവരോട് ആവശ്യപ്പെട്ട പരിഷ്കരണങ്ങൾ, റിഫോംസ് നടപ്പാക്കണം എന്ന് വെച്ചാൽ അഴിമതി നിർമ്മാർജ്ജനം, അവിടുത്തെ പാഠ്യ പദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള 5-6 കാര്യങ്ങളുണ്ട്. അത് നടപ്പാക്കി തങ്ങൾക്ക്, അതായത് ഇസ്രായേലിനും അമേരിക്കക്കും ബോധ്യപ്പെട്ടാൽ മാത്രമാണ് പലസ്തീൻ അതോറിറ്റിക്ക് ഈ ഭരണനിർവഹണം കൈമാറും. ഇപ്പൊ പലസ്തീനികളെ സംബന്ധിച്ച് ആണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. പലസ്തീൻ ഈ 20 പദ്ധതിയിൽ തന്നെ ഈ പലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ്, പലസ്തീൻ രാഷ്ട്രത്തെ പറ്റി കൃത്യമായും വ്യക്തമായും ഒരു കാര്യവും പറയുന്നില്ല. അപ്പോ ഈ കാര്യങ്ങൾ ചെന്നെത്തുന്നത് പലസ്തീനിയൻ സ്റ്റേറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. മാത്രമല്ല, ഈ ഗാസയുടെ നിയന്ത്രണം തന്നെ ഇപ്പോൾ ബാഹ്യ ശക്തികൾ തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് എത്രമാത്രം ഹമാസിന് ഉൾക്കൊള്ളാൻ പറ്റും? ഹമാസ് ഏത് വിധത്തിലുള്ള സംഘടനയാണെങ്കിലും ശരി, 2006 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് അവിടെ 2007 അധികാരം പിടിച്ചെടുത്ത സംഘടനയാണ്. തെരഞ്ഞെടുപ്പിലൂടെ ഗാസയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അപ്പോ പലസ്തീനികൾ ആദ്യം ചെയ്യേണ്ടത്, പലസ്തീനികൾക്കിടയിൽ തന്നെ വലിയ ഭിന്നിപ്പുണ്ട്. ഒന്ന് ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ സംഘടനകൾ. 2 പലസ്തീൻ അതോറിറ്റി, ഫത്താ പാർട്ടി, അതിന്റെ മുൻഗാമിയായിട്ടുള്ള PLO. ഇവരൊക്കെ തമ്മിൽ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ഏകീകൃതവും ജനാധിപത്യപരവുമായ ഒരു ബഹുകക്ഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഒരു പലസ്തീനാണ് ഉണ്ടാവേണ്ടതെങ്കിൽ ഈ PLOയും ഫത്താ പാർട്ടിയും പലസ്തീൻ അതോറിറ്റിയും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ജനാധിപത്യപരമായി ഏകീകരിക്കപ്പെടണം. അങ്ങനെ ജനാധിപത്യപരമായി ഏകീകരിക്കപ്പെടണമെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം ഈ ഫത്താ പാർട്ടിക്കും പലസ്തീൻ അതോറിറ്റിക്കും ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഹമാസ് മാറുകയും ഒരു സായുധ പ്രസ്ഥാനം എന്ന നിലയിൽ ഹമാസ് ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ മാത്രമേ പലസ്തീനിൽ ഒരു തീർച്ചയായും എന്തായാലും ഹമാസിന്റെ നിരായുധീകരണം എന്നത് വളരെ പ്രധാനമാണ്. അതിൽ എന്താണ് നിലപാട് എന്നത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ട്രംപിന്റെ ട്രൂത്തിലൂടെ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾക്കപ്പുറം എന്തൊക്കെ എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും നമുക്ക് മുന്നിലില്ല. ശ്രീ ജോസഫ് ആന്റണി, ഈ